നമുക്കൊപ്പം ഒരു അതിഥി ചേരുന്നുണ്ട് എന്നുള്ളത് മറ്റാരുമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെയാണ്. ഇന്നലെ അദ്ദേഹം ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരുന്നത് പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ മധ്യവേനൽ അവധി അത് ജൂൺ ജൂലൈ മാസത്തിലേക്ക് മാറ്റിയാൽ കുറച്ചുകൂടി നന്നാകില്ലേ എന്ന തരത്തിലാണ് അദ്ദേഹം ഒരു ചർച്ച തുടങ്ങി വെച്ചത്. അപ്പോൾ പൊതുജനങ്ങൾക്ക് അഭിപ്രായം പറയാം. രക്ഷകർത്താക്കളുടെയും പൊതുജനങ്ങളുടെയും അധ്യാപകരുടെയും ഒക്കെ അഭിപ്രായം പരിഗണിച്ച് മാത്രമേ അത്തരത്തിലൊരു തീരുമാനം കൈക്കൊള്ളുന്നതിലേക്ക് കടക്കുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സമയമായിരുന്നു അനുവദിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കമന്റായി അടക്കം ഒരുപാട് അഭിപ്രായങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്, അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ. അപ്പോൾ നിലവിൽ ആ തുടങ്ങിവെച്ച ചർച്ചയുടെ സാഹചര്യം അത് എവിടെ വരെ എത്തി എന്നുള്ളത് നമുക്ക് മന്ത്രിയോട് തന്നെ ചോദിക്കാം. വിദ്യാഭ്യാസ മന്ത്രി നമുക്കൊപ്പം ചേരുകയാണ്. സ്വാഗതം മിനിസ്റ്റർ ന്യൂസ് 18 കേരളത്തിലേക്ക്. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ചർച്ച എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വളരെ ആകാംക്ഷയോടെ അറിയേണ്ട ഒരു കാര്യം. അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഒരുപാട് കമന്റുകൾ ഇതിനോടകം വന്നതൊക്കെ നമ്മൾ കണ്ടു. എങ്ങനെയാണ് മിനിസ്റ്റർ വിലയിരുത്തുന്നത്? കൂടുതൽ അനുകൂലിച്ച ആളുകളാണോ അതോ പ്രതികൂലിച്ച ആളുകളാണോ? അല്ല, ഇതിലിപ്പോൾ ഒരു വോട്ടെടുപ്പിലൂടെ തീരുമാനിക്കേണ്ട കാര്യമല്ല. ഞാനിതൊരു ഔദ്യോഗിക കാര്യമായിട്ടല്ല പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, വ്യക്തിപരമായ അഭിപ്രായമാണ്. കാരണം കഴിഞ്ഞ 4 വർഷക്കാലത്തെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നതിന് വേണ്ടി തയ്യാറായത്. ഇത് 47 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാ മേഖലയിലും നിഷ്പക്ഷമായുള്ള ഒരു ചർച്ച ഇക്കാര്യത്തിൽ ആവശ്യമാണ്. ആ ചർച്ചയുടെ ഫലമായി നമുക്ക് വരേണ്ട റിസൾട്ട് എന്ന് പറയുന്നത് 1% മുന്നിൽ നിൽക്കുന്ന അഭിപ്രായം. ആ അഭിപ്രായം കുട്ടികൾക്ക് ഗുണമാവണം. ഏത് തീരുമാനം എടുത്താലും കുട്ടികൾക്ക് അത് ഗുണമാകണം എന്നുള്ള നിലയിലുള്ള നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മുടെ ഐക്യകേരള രൂപീകരണത്തിന് ശേഷം ഒരു പ്രാവശ്യം മറ്റോ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തി നോക്കി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിൽ ഒരു നിർബന്ധവുമില്ല. അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്ത ശേഷമുള്ള ചർച്ച, പ്രതിഷേധം, ബഹിഷ്കരണം, അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. എല്ലാവരും കൂടെ കൂട്ടായി ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ഞാൻ ആലോചിച്ചപ്പോൾ ഈ ജൂൺ മാസം 1-ാം തീയതിയാണ് നമ്മുടെ KER പ്രകാരം സ്കൂളുകൾ ഓപ്പൺ ചെയ്യേണ്ടത്. ഈ പ്രാവശ്യം ജൂൺ മാസം 2-ാം തീയതി ആയി. കാരണം സൺഡേ ആയിരുന്നു 1-ാം തീയതി എന്ന് പറയുന്നത്. ഈ സമയത്ത് ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസരമാണ്. എങ്കിൽ തന്നെയും ഏതാണ്ട് ഒരു 2 മാസക്കാലം ശക്തമായ മഴയും ചെറിയ മഴയും ഒക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന അവസരമാണ്. ഇതിൽ രക്ഷകർത്താക്കളെ സംബന്ധിച്ചുള്ള അവർ പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഈ ശക്തമായ മഴ ഉണ്ടാവുന്ന അവസരത്തിൽ ബസ്സിലൊന്നും യാത്ര ചെയ്യാത്ത സാധാരണക്കാരായ കുട്ടികൾക്ക് സ്കൂൾ ബസ്സിലൊന്നും യാത്ര ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അവർക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. 1. 2, ഈ കുട്ടനാട് ഭാഗത്ത് ആണെങ്കിൽ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 6 മാസക്കാലത്ത് സ്കൂൾ തുറക്കാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നു. 3-ാമത്തെ കാര്യം, മഴ ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ 25% സ്കൂളുകളും ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിച്ചാൽ പിന്നെ ഒരു 2 മാസക്കാലം കഴിഞ്ഞിട്ട് അവിടെ പഠനം ആരംഭിക്കുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. 4-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തീരദേശത്ത് ശക്തമായ മഴ വന്നു കഴിഞ്ഞാൽ അവിടെ പട്ടിണിയും അതുപോലെ തന്നെ അവരുടെ തൊഴിലിനെ ബാധിക്കുന്ന രൂപത്തിലുള്ള പ്രശ്നങ്ങളും കടലിൽ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളും അതെല്ലാം കുട്ടികളെയും ബാധിക്കുന്നു. കുട്ടികൾക്കും സ്കൂളിൽ വരാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ശക്തമായ കാറ്റും കൂടിയുണ്ട്. അപ്പോൾ അപകട സാധ്യത കൂടുതൽ ഈ മഴക്കാലത്ത് ഉണ്ടാവുകയാണ്. അത് മതിലടി ഇടിഞ്ഞു വീഴുന്ന കാര്യമായിരുന്നാലും അതുപോലെ മരം പൊട്ടി വീഴുന്ന കാര്യമായിരുന്നാലും വൈദ്യുത കമ്പി, അതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലോ. പൊട്ടി വീഴുന്ന കാര്യങ്ങളായിരുന്നാലും അതൊക്കെ സാധിക്കുന്നുണ്ട്. മറ്റേ വേനലവധി എന്നാണല്ലോ പറയുന്നത്. ആ സമയത്ത് ഉള്ള കാര്യം അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. ഈ മഴയത്ത് ആകുമ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം. അതുപോലെ തന്നെ
വെള്ളത്തിന്റെ പ്രശ്നം വേനൽക്കാലത്തുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നെല്ലാം പറഞ്ഞുള്ള അഭിപ്രായങ്ങളൊക്കെ ഞാൻ വായിച്ചു. ഫേസ്ബുക്ക് ബുക്കിൽ ഒക്കെ അതെ, കുറെ ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ വിദഗ്ധരും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വിഷയം കൂടിയുണ്ട് മിനിസ്റ്റർ. അതായത് ഈ വേനൽക്കാലത്ത് രൂക്ഷമായിട്ടുള്ള ചൂടാണ്. ആ ചൂടുള്ള സമയത്ത് കുട്ടികൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അവരുടെ ആരോഗ്യത്തെയും ഈ പഠനശേഷിയും പോലും അത് പ്രതികൂലമായി ബാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയും അവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയമാണ്. നമുക്കത് ആലോചിക്കാൻ അവർ ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് കളയുന്നൊന്നുമില്ല. നമുക്കതടക്കം ആരോഗ്യരംഗത്തെ പ്രമുഖർ പറയുന്ന അഭിപ്രായം കാണേണ്ടതായിട്ടുണ്ട്. മറ്റ് പ്രായോഗിക പരിജ്ഞാനമുള്ളവർ പറയുന്ന കാര്യം അനുസരിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഈ അഭിപ്രായങ്ങൾ വ്യക്തിപരമായി ആവാൻ വേണ്ടി പാടില്ല. ഞാനീ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് തള്ളിക്കളയാൻ വേണ്ടി കഴിയുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് നമുക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കണം. ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതല്ലാതെ മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിക്കണം, വേറെ ബന്ധപ്പെട്ടവരെ കണ്ട് സംസാരിക്കണം. നമുക്ക് എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. പ്രതിപക്ഷത്തോട് സംസാരിക്കണം. അങ്ങനെയെല്ലാം പിന്നെ ഒരു എടുക്കുന്ന തീരുമാനം എന്തായിരുന്നാലും അത് കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും അവരുടെ പഠനത്തിനും ഗുണകരമായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെ, മിനിസ്റ്റർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് കാലാവസ്ഥയുടെ കാര്യമാണ് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണല്ലോ. അതായത് ഇപ്പോൾ ജൂൺ ജൂലൈയിൽ മഴ അധികമായി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മഴക്കെടുതി രൂക്ഷമായ സാഹചര്യമാണ്. നമുക്കതിനെ തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ഈ മഴ ഇപ്പോൾ ജൂൺ ജൂലൈയിൽ തന്നെ അതിരൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കത് പ്രവചിക്കാൻ കഴിയില്ല എന്ന ഒരു സാഹചര്യം കൂടി മുന്നിലുണ്ട്. ഓഗസ്റ്റിൽ അതിരൂക്ഷമായ മഴ പെയ്തേക്കാം. അങ്ങനെ നമുക്ക് മുന്നിൽ സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. നേരത്തെ മന്ത്രി സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. 1970 ഇത്തരത്തിൽ ഈ സ്കൂൾ വേനൽ അവധി ജൂൺ ജൂലൈയിലേക്ക് മാറ്റിയത്. അപ്പോൾ സംഭവിച്ചത് അത് ഒരു വർഷം മാത്രമേ നടപ്പായുള്ളൂ. അത് മാറ്റാൻ തന്നെ കാരണം ആ സമയത്ത് മഴ ലഭിച്ചില്ല. പിന്നീട് ഓഗസ്റ്റിലാണ് അതിരൂക്ഷമായ മഴയും മഴക്കെടുതിയും ഉണ്ടായത് എന്നുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ പ്രവചിക്കാൻ പറ്റാത്തൊരു കാലാവസ്ഥാ സാഹചര്യം നമുക്ക് മുന്നിലുള്ളപ്പോൾ ഏത് ഘട്ടത്തിൽ ഇത് നടപ്പാക്കും അല്ലെങ്കിൽ അവധി മാറ്റുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണകരമാകുമോ എന്നത് നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എനിക്കറിയാം, മന്ത്രി തന്നെ സൂചിപ്പിച്ചു, നമുക്ക് എല്ലാവർക്കും അറിയാം, അതാരെ നിർബന്ധിച്ച് ഏൽപ്പിച്ചതൊന്നുമല്ല, അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുകയല്ല, ആരോഗ്യപരമായ ഒരു ചർച്ചയാണ് തുടക്കം കുറിച്ചത് എന്നത്. ഇതിലിപ്പോൾ നമ്മുടെ നിയമപരമായി നോക്കിക്കഴിഞ്ഞാൽ KER ചാപ്റ്റർ 7 ഇത് വിശദമായി പിന്നെ പറയുന്നുണ്ട്. സ്കൂൾ അടപ്പും തുറപ്പും അറ്റൻഡൻസും അത്തരം കാര്യങ്ങൾ. അതുപോലെ വെങ്കട്ടരമണ ഫണ്ട് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞൊരു കോടതി കേസുണ്ട്. അപ്പം ഇത് കോടതിയിലും പോലും ഈ അഭിപ്രായം കോടതിയിൽ പോലും ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായം തേടിയിട്ടുള്ളതാണ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ഒരു ആരോഗ്യകരമായ ചർച്ചയായി മാറട്ടെ. നമുക്ക് എല്ലാവർക്കും കൂട്ടി ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കാം. എന്ത് തീരുമാനം എടുത്തു കഴിഞ്ഞാലും നമുക്കത് കുട്ടികൾക്ക് ഗുണമായിരിക്കണം. അപ്പോൾ ഇതിലിപ്പം പിന്നെ കടുത്ത ചൂട് നമുക്ക് മാറ്റുന്നതിന് വേണ്ടി നമ്മൾ വിചാരിച്ചാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് കഴിയില്ല. ഈ മഴ സീസൺ മാറ്റുന്നതിന് വേണ്ടിയും നമുക്ക് കഴിയില്ല. ഇത് രണ്ടും വെച്ചുകൊണ്ട് മഴയും യാഥാർത്ഥ്യമാണ്, കടുത്ത ചൂടും യാഥാർത്ഥ്യമാണ്. ഇതിൽ കുട്ടികൾക്ക് ഗുണം, പിന്നെ രക്ഷകർത്താക്കൾക്ക് പ്രയോജനം, ഇതിൽ ഏതാണെന്ന് നമ്മൾ വിലയിരുത്തിക്കൊണ്ട് ആ കാര്യം തീരുമാനിക്കുന്നത് തെറ്റില്ല. അത് ഒരു ചർച്ചയിലൂടെ മാത്രമേ, ഏകപക്ഷീയമായി മന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ തീരുമാനിക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടില്ല. മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടെ ചോദിച്ചതിന് ശേഷം മറ്റ് മുന്നോട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളമാണ് എൻ്റെ മുന്നിലുള്ളത്. ഈ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ ഇപ്പോൾ കുട്ടികളുടെ ആരോഗ്യം അല്ലെങ്കിൽ അവരുടെ മാനസിക ഉല്ലാസമൊക്കെ മുൻനിർത്തിയായിരിക്കും പല വിഷയങ്ങളും മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിൽ എന്ത് തീരുമാനമെടുത്താലും അതിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു എതിർപ്പ് മനഃപൂർവ്വമായി ആവശ്യമില്ലെങ്കിൽ പോലും ഉടലെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് മതപരമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ചർച്ചകൾ, ആരോഗ്യപരമായി മുന്നോട്ട് വെക്കുന്ന ചർച്ചകൾ വലിച്ചിഴക്കപ്പെടുന്നുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ചില വിഷയങ്ങളിൽ തുടക്കത്തിൽ അവരുടെ വശത്ത് നിന്നുകൊണ്ട്, അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള ചർച്ച വരുമെങ്കിലും നമ്മൾ കൂട്ടായി നടത്തുന്ന ചർച്ചയിൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരെതിർക്കുന്ന ഇതിൽ നിന്ന് പിന്മാറുന്നുണ്ട്. അങ്ങനെ ഈ 4 വർഷക്കാലമായി കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട്.
പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളൊന്നൊക്കെ ചില വിഷയങ്ങളിലൊക്കെ ആദ്യം ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടായെങ്കിലും എല്ലാം അംഗീകരിച്ചു പോകുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഉദാഹരണം ഇപ്പോൾ സബ്ജക്ട് മിനിമം വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഓൾ പ്രൊമോഷൻ എല്ലാവർക്കും ആൾ പ്രൊമോഷൻ ലഭിച്ചുകൊണ്ടിരുന്നത് നിർത്തലാക്കി സബ്ജക്ട് മിനിമം വേണമെന്നുള്ള നിലയിൽ തീരുമാനമെടുത്തു. 8ാം ക്ലാസ്സിൽ അത് നടപ്പിലാക്കി. 80,000-ഓളം വരുന്ന കുട്ടികൾ പുറകോട്ട് പോയി. ആ 80,000-ഓളം വരുന്ന കുട്ടികൾക്ക് വീണ്ടും ക്ലാസ് കൊടുത്തു, വീണ്ടും പരീക്ഷ എഴുതി, അവരെല്ലാം ജയിപ്പിച്ചു. ഇപ്രാവശ്യം പിന്നെ 6 മുതൽ 9 വരെയുള്ള മുഴുവൻ ക്ലാസ്സുകൾ സബ്ജക്ട് മിനിമം നടപ്പിലാക്കുകയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഒരുപാട് പിന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായിരുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ആൾക്കാർ എല്ലാം സഹകരിക്കുന്ന നിലപാട് സംഘടനകളും ചില വ്യക്തികളൊക്കെ തന്നെ എടുക്കുന്നതിന് സ്വീകരിച്ചു. എൻ്റെ അനുഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൽ അങ്ങനെ ഒരു ശക്തമായ എതിർപ്പൊന്നും ഒരു തീരുമാനങ്ങൾക്കും നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ള നിലയിലുള്ള തീർത്തുമുള്ള ഒരു നിലപാട് വന്നിട്ടില്ല. ഈ സ്കൂൾ സമയമാറ്റം പോലെ അങ്ങനെ കുട്ടികളുമായി ബന്ധപ്പെട്ട അവർക്ക് അനുകൂലമായ രീതിയിൽ അടക്കം അതിപ്പോൾ ഹൈക്കോടതി ഉത്തരവിന്റെ കൂടി ഒരു കാര്യം മുൻനിർത്തിയാണ് എടുത്തതെങ്കിൽ പോലും അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ മതസംഘടനകൾ അടക്കം ഇത്തരത്തിൽ പ്രതിഷേധമുയർത്തുകയും തങ്ങളുടെ ഭാഗം കേൾക്കണം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പോൾ എല്ലാ വിഭാഗങ്ങളെയും കൂടി പരിഗണിച്ചുകൊണ്ട് നമുക്ക് കുട്ടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നത് തന്നെയാണോ മന്ത്രിയുടെ അഭിപ്രായം? മതസംഘടനകളും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സംഘടനകളും നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത് ഏത് ഗവൺമെൻറ് ആയിരുന്നാലും ഗവൺമെൻറ്റിനൊരു നയം ഉണ്ടാവുമല്ലോ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നയമുണ്ട്. ആ നയം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഓരോ ഗവൺമെൻറ്റിനും ഓരോ നയം ഉണ്ടാവും. അപ്പോൾ ആ നയത്തിൽ നിന്നുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഇപ്പം മതസംഘടനകൾ അതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഓരോ മതസംഘടനകൾക്കും ഓരോ നയവും ഓരോ ആവശ്യങ്ങളും വരും. അത് നമുക്ക് ഗുണകരമായിരിക്കില്ല. നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ എല്ലാ മതത്തിൽപ്പെട്ട പിന്നെ കുട്ടികൾക്കും ഒരേ രൂപത്തിൽ ഉള്ള സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രത്യേക സൗജന്യം കിട്ടുന്നു എന്നുള്ള നിലയിലുള്ള ഒരു തോന്നലുണ്ടായാൽ തന്നെ നമ്മൾ മതസൗഹാർദ്ദവും സാഹോദര്യവും പരസ്പര സ്നേഹവും അത്തരം ആശയങ്ങളൊക്കെ തന്നെ അത് ദുർബലപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അതുകൊണ്ട് മതസംഘടനകൾ അവരുടെ ആവശ്യങ്ങളും മതപരമായ അവരുടെ ആചാരങ്ങളും ഒക്കെ തന്നെ നിലനിർത്തിക്കോട്ടെ, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അതൊന്നും വിദ്യാഭ്യാസ വകുപ്പിനെ ബാധിക്കുന്ന പ്രശ്നമല്ല. വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിക്കുന്ന കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് മതപരമായ ചടങ്ങുകൾക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് പറഞ്ഞാൽ ആ കാര്യം അംഗീകരിക്കാൻ വളരെ പ്രയാസമുണ്ട്. മിനിസ്റ്റർ, ഒരു കാര്യം കൂടി, അതായത് നമുക്കറിയാം നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ക്ലാസ് റൂമുകളുടെ കാര്യത്തിലായിക്കോട്ടെ, പഠന നിലവാരത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിലായിക്കോട്ടെ, സ്മാർട്ട് ക്ലാസ് റൂം അടക്കം വന്നിട്ടുണ്ട്. മികച്ച കെട്ടിടങ്ങൾ ഒരുപാട് സ്കൂളുകൾക്ക് ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും പല സ്കൂളുകൾക്കും ഇത്തരത്തിൽ വലിയ ശോച്യാവസ്ഥ നേരിടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത്തവണ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യമാണ് വിദ്യാഭ്യാസ വകുപ്പ്. ഈ സ്കൂൾ ബസിന്റെ ഫിറ്റ്നസിനോടൊപ്പം തന്നെ സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് ആ സർട്ടിഫിക്കറ്റ് കൂടി ഉറപ്പാക്കണം. അതില്ലാത്ത സ്കൂളുകൾക്ക് തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി ലഭിക്കില്ല എന്നുള്ളത്. പക്ഷേ ആ ഉത്തരവിനെയൊക്കെ കാറ്റിൽ പറത്തുന്ന രീതിയിൽ പല സംഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട് എന്നതാണ് വാസ്തവം. കഴിഞ്ഞ ദിവസം തന്നെ ആലപ്പുഴ എടത്തുവായിൽ ഇത്തരത്തിൽ സ്കൂളിന് ഫിറ്റ്നസ് ഇല്ല, അത് വളരെ ശോച്യാവസ്ഥയിൽ ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന ഒരു സാഹചര്യം, പുതിയ കെട്ടിടം ഉണ്ടെങ്കിൽ പോലും അങ്ങോട്ട് മാറാത്ത സാഹചര്യം പല സ്കൂളുകൾക്കുമുണ്ട്. അത്തരത്തിലൊരു വൈമുഖ്യം, ഒരു അനാസ്ഥ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഇന്നലെ രക്ഷകർത്താക്കളുടെയൊക്കെ ഒരു ഇടപെടൽ മൂലം, പ്രതിഷേധം മൂലമാണ് പിന്നീട് പുതിയ കെട്ടിടത്തിലേക്കൊക്കെ മാറാൻ ആലപ്പുഴയിലെ സ്കൂളിലെ കാര്യങ്ങളൊന്ന് നീക്കുപോക്കായത്. എവിടെയാണ് ഈ പാളിച്ചകൾ സംഭവിക്കുന്നത് എന്നാണ് മന്ത്രിക്ക് തോന്നുന്നത്? ഇക്കാര്യത്തിൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പാലിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ മുമ്പ് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ആ സർക്കുലർ ഏതാണ്ട് 50-ന് താഴെയുള്ള നിർദ്ദേശങ്ങൾ ആ സർക്കുലർ പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു 1/2 ഡസൻ യോഗങ്ങൾ ചേർന്നിട്ടുണ്ട്. ഇത്രയും മുൻകരുതൽ എടുക്കാൻ വേണ്ടി ഗവൺമെൻറ് തയ്യാറാകുമ്പോഴും
ആ തയ്യാറാകുന്നതിനെ നിസാരവൽക്കരിച്ച് പെരുമാറുന്ന ചില സ്ഥാപനങ്ങളും ചില സ്ഥാപന മേധാവികളുമുണ്ട്. ഒരു കാരണവശാലും അത് ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ല. അത് ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ചില നടപടികളുണ്ട് ഇതിനെ വ്യക്തമാക്കും. ഒരു എയ്ഡഡ് മാനേജ്മെന്റിന് നേരെ ഇത്രയും കർശനമായ നടപടി ഐക്യകേരള രൂപീകരണത്തിന് ശേഷം ആദ്യമായിട്ടാണ് തോന്നുന്നു എടുക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. അത് തന്നെയായിരിക്കും ഇനി ഈ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏതെങ്കിലും വിദ്യാലയങ്ങളിൽ ഉണ്ടായാൽ അതിന് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി ഉണ്ടാവും, പിന്നെ സഹ ചുമതലയുള്ള വ്യക്തി ഉണ്ടാവും. അതിന് ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടി ഒരു ഗവൺമെന്റ് എന്നുള്ളതിൽ എടുത്ത് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. ഗവൺമെന്റിന്റെ ശമ്പളം വാങ്ങിക്കൊണ്ട് ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന വ്യക്തികൾ ഗവൺമെന്റ് ഉത്തരവുകൾ പാലിക്കാൻ ബാധ്യത ഉണ്ട്. ആ ഗവൺമെന്റ് ഉത്തരവുകൾ പാലിക്കാൻ ബാധ്യത ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന് ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ പ്രത്യേകിച്ച് കുട്ടികളുടെ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംഭവം ഇനി ഉണ്ടായാൽ അതിനൊരു ടൈം തന്നെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും ആവർത്തിച്ച് മിനിസ്റ്റർ, ഒരു കാര്യം കൂടി, അതായത് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായതിനു ശേഷം, അപകടം ഉണ്ടാകുന്നതിന് ശേഷം ഒരു നടപടി സ്വീകരിക്കുന്നതിനപ്പുറം അതിന് മുന്നോടിയായി എല്ലാ സ്കൂളുകളിലും സംസ്ഥാനത്തെ ഇത്തരത്തെ ഒരു ഫിറ്റ്നസ് പരിശോധന, സുരക്ഷാ പരിശോധന അടിയന്തരമായി നടത്തുമോ? നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിന്റെ ഒരു അവസാന റിപ്പോർട്ട് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, വളരെ നന്ദി മിനിസ്റ്റർ, ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. വലിയൊരു തുടർന്നോളൂ. എന്നോടാണോ പറഞ്ഞത്? അതെ, മിനിസ്റ്റർ നിർത്തി എന്ന് വിചാരിച്ചാണ് ഞാൻ ഇടപെട്ടത്. മന്ത്രിക്ക് തുടരാം. അല്ലല്ല, ഇല്ല, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചല്ലോ. അതായത് ഇനി വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ മിനിസ്റ്റർ, ഓക്കെ. ഉത്തരത്തിന് ബാക്കിയുണ്ട് എന്ന് പ്രതീക്ഷിച്ചാണ് വീണ്ടും ചോദിച്ചത്. ഒരുപാട് നന്ദി മിനിസ്റ്റർ, ഞങ്ങൾക്കൊപ്പം ചേർന്നത് രാവിലെ. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് നമുക്കൊപ്പം ചേർന്നത്. അദ്ദേഹം വീണ്ടും വ്യക്തമാക്കുന്ന കാര്യമാണ്, ആർക്കും ഒരു കാർക്കശ്യവുമില്ല, നിർബന്ധിതമായി ഒരു തീരുമാനവും അടിച്ചേൽപ്പിക്കുകയല്ല. ഈ വേനലവധിയുടെ അടക്കം കാര്യത്തിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു ചർച്ചയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് പൊതുജനങ്ങൾക്ക്, അധ്യാപകർക്ക്, രക്ഷിതാക്കൾക്ക് ഒക്കെ അഭിപ്രായം പറയാം. അത് വ്യക്തിപരമായ ഒരു പോസ്റ്റ് മാത്രമാണ്. അതിനപ്പുറം കൂടുതൽ അനുകൂലിച്ചാണ് തീരുമാനം അല്ലെങ്കിൽ അഭിപ്രായം എല്ലാവരും അറിയിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു അഭിപ്രായമുണ്ട്. വേനലവധി നമുക്ക് മാറ്റാം, ജൂൺ ജൂലൈ മാസത്തിലേക്ക് മാറ്റാം എന്നുള്ളൊരു അഭിപ്രായം കൂടുതലായി ഉയർന്നു വരികയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയോട് അടക്കം സംസാരിച്ച് സർക്കാർ തലത്തിൽ അതിനൊരു ഉത്തരവ് ഇറക്കാം, ആ ഒരു തീരുമാനത്തിലേക്ക് കടക്കാം എന്നുള്ളതാണ്. അതിനപ്പുറം ഇപ്പോൾ നിർബന്ധിതമായ ഒരു തീരുമാനത്തിലേക്കും കടക്കുന്നില്ല എന്നതാണ് മന്ത്രി നമ്മളോട് വ്യക്തമാക്കിയത്. അതടക്കം ഒരുപാട് കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി.